കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വരികയാണ്. ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം കൂടി ചേരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചേക്കും. ഒപ്പം തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെ ഇരിക്കാനാണ് തീരുമാനം. ഏതൊക്കെ രീതിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി വയനാട്ടിലാവുമോ എന്നുള്ളതാണ്. വയനാട് വേണ്ടി വരുമോ, ഏത് മണ്ഡലമാകും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇനി വരുന്ന ചോദ്യം. അത് ഇന്നത്തെ ഈ മീറ്റിംഗിൽ അതിലൊരു തീരുമാനം ഉണ്ടാവില്ലേ? അതെ, തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നത്തെ ഒരു ചർച്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിലും ഒരു തീരുമാനം ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ വയനാട് നിലനിർത്തുമോ അല്ലെങ്കിൽ ഇപ്പോൾ റായ്ബറേലി അല്ലെങ്കിൽ നിലനിർത്തുമോ എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ചോദ്യം തന്നെയാണ്. ഇപ്പോൾ അഥവാ ഏതെങ്കിലും മണ്ഡലം ഇപ്പോൾ ഒഴിവാക്കുകയാണെങ്കിൽ ആരെ മത്സരിപ്പിക്കും എന്നുള്ള കാര്യവും തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ വയനാടിൻ്റെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണ സജ്ജരാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെയുള്ള പാർട്ടി കീഴ്ഘടകങ്ങളോട് വോട്ടർമാരുടെ പട്ടിക ഉൾപ്പെടെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം അഥവാ വയനാടിലുള്ള MP സ്ഥാനമായിരിക്കും രാജിവെക്കുന്നതെങ്കിൽ അവിടെ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ കെ മുരളീധരനെയോ ആരെ മത്സരിപ്പിക്കാനാണ് സാധ്യത എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഇപ്പോൾ വയനാട് സീറ്റിലത്തേക്ക് മുസ്ലിം ലീഗ് എന്തായാലും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് നിലവിൽ അവിടെ മത്സരിക്കില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കെ മുരളീധരനെ അദ്ദേഹത്തെ പാർട്ടി അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വയനാട് മത്സരിക്കാനായിട്ട് സീറ്റ് നൽകുമോ എന്നുള്ള കാര്യം ഒരു ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു പരാമർശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വയനാട് തൻ്റെ സ്വന്തം കുടുംബം പോലെയാണ്, ഇവിടെയുള്ള ആളുകൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ് എന്ന് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ തൻ്റെ കുടുംബത്തിനെ പോലെ തന്നെ കാണുന്ന വയനാട്ടിൽ തൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ തന്നെ മത്സരിപ്പിക്കാനായിരിക്കും ചിലപ്പോൾ രാഹുൽ ഗാന്ധി കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുക. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇലക്ഷൻ്റെ തുടക്കത്തിൽ ചർച്ചകളുടെ സമയത്ത് പ്രിയങ്ക ഗാന്ധിയെ ഉത്തർപ്രദേശിൽ മത്സരിപ്പിക്കാനായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധി ഇത്തരം കാര്യങ്ങൾ ഉത്തർപ്രദേശിൽ മത്സരിക്കാൻ അധികം താല്പര്യം കാണിച്ചിരുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി പോകുന്ന ഈ ഒരു സ്ഥാനത്തേക്ക് പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലേക്ക് പരിഗണിക്കുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും കോൺഗ്രസിന് 10 വർഷങ്ങൾക്ക് ശേഷമാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ പദവി ലഭിക്കുന്നത്. ഇപ്പോൾ 99 സീറ്റ് കോൺഗ്രസിന് ഒറ്റയ്ക്കുണ്ട്. അപ്പോൾ കോൺഗ്രസിന് എന്തായാലും ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്കുള്ള ഒരു സ്ഥാനം ലഭിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഇന്നത്തെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ചർച്ചകളായിരിക്കും നടക്കുക. അതുപോലെ ഇപ്പോൾ മറ്റ് ഈ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടി നേതാക്കളാണെങ്കിലും മറ്റ് പല പ്രമുഖ നേതാക്കളാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പേര് തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അതുപോലെ ശ്രീ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഈ സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ സർക്കാരിനെതിരെ ഒരു വലിയ ആരോപണം തൊടുത്തുവിടാനും രാഹുൽ ഗാന്ധി മറന്നില്ല. ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ കൊണ്ട് ഒരു വലിയൊരു സാമ്പത്തിക കുംഭകോണം സർക്കാർ കാണിച്ചു എന്നുള്ള ഒരു ആരോപണം സർക്കാർ രൂപീകരണത്തിന് മുൻപ് തന്നെ അദ്ദേഹം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് മാച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ക്രീസിൽ നിന്നിറങ്ങി ഒരു സിക്സർ വായിക്കുന്നത് പോലെ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി ഈ ഒരു ആരോപണം തന്നെ. പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനും കൂടിയാണ് ഇന്നത്തെ പ്രവർത്തക സമിതി യോഗം നടക്കുന്നത്. അജയ് സുധാ ബിജുവാണ് BJPയുടെയും കോൺഗ്രസിന്റെയും വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.